ഫ്രണ്ട്സ്, ഇന്ന് ബ്ലൗസിൻ്റെ കയറ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ള വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതാ ഒരു ബ്ലൗസ് പീസ് തന്നെയാണ്. ഇതിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് 1 ഇഞ്ച് നീളത്തിലാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇത് നമുക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എവിടെ നിന്നാണോ നമുക്ക് കുറച്ച് നീളത്തിൽ തുണി കിട്ടുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്ന് നമുക്ക് എടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതിലും കൂടുതൽ നല്ലത് ക്രോസ് പീസ് എടുത്ത് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നേരിയ കയറ് നമുക്ക് കിട്ടും. ഇപ്പം ക്രോസ് പീസ് എടുക്കുന്നതും ഞാൻ കാണിക്കാം. ഇത് ചെറിയൊരു കഷ്ണം, ഇതൊരു ബ്ലൗസ് പീസ് തന്നെയാണ്, അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് ഒരു ചെറിയ കഷ്ണം നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്യാണ്. ഇതാ നീളത്തിലുള്ളൊരു കഷ്ണമുണ്ട്. ഇത് നീളത്തിൽ ക്രോസ് പീസ് ആയിട്ടുമുണ്ട്. ഈ രണ്ടിലും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ആദ്യം തന്നെ നേരെയുള്ള പീസാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും നേരിയതായിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത്. വളരെ കുറച്ചൊരു 2 പോയിൻ്റ് ഒക്കെ വന്നിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതാ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്യാം, കാരണം ഇതിനേക്കാട്ടും കുറച്ചുകൂടെ ചെറുതായിട്ട് തന്നെ നമുക്ക് ഇത് ഒന്നുകൂടെ ഞാൻ സ്റ്റിച്ച് ചെയ്യാണ്. ഇതിൽ കുറച്ചുകൂടെ ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. ക്രോസ് പീസ് ആയതുകൊണ്ട് നമുക്ക് വണ്ണം കുറഞ്ഞ കയറ് തന്നെ കിട്ടും. ഇത് രണ്ടും ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ നന്നായിട്ട് ഈ കൂടുതലുള്ള ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന പലർക്കും ഈ കയർ എങ്ങനെയാണ് കൃത്യമായിട്ട് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് അറിയില്ല. അവർ ഈ കയറ് സ്റ്റിച്ച് ചെയ്യാൻ തന്നെ അരമണിക്കൂറോ 3/4 മണിക്കൂറോളം എടുക്കും. ഇനി ഇത് മറിച്ചിടാൻ നമുക്ക് വേണ്ടത് ഒരു മെഷീൻ സൂചിയാണ്. ഇത് സ്പീഡ് മെഷീൻ്റെ സൂചിയാണ്. പക്ഷേ നിങ്ങൾക്ക് സാധാ മെഷീൻ്റെ സൂചി ആയാലും മതി. പക്ഷേ തുന്നുന്ന സൂചി വേണ്ട. നമ്മൾ ഹമ്മിങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സൂചി എടുക്കരുത്. മെഷീൻ സൂചി തന്നെയാണ്. ഏത് മെഷീൻ്റെ സൂചി ആയാലും കുഴപ്പമില്ല. പിന്നെ ഒരു നൂല്, ഇത് ഞാൻ ഇത്തിരി നീളത്തിൽ എടുക്കുന്നുണ്ട്. ഡബിളായിട്ടാണ് എടുത്തത്. ഇതാ ഈ അറ്റം വെച്ച് ഞാൻ കോർക്കുകയാണ് ഈ സൂചിയിൽ.
ഇത് ഈ അറ്റത്തേക്ക് കൊണ്ടുവന്ന് ഇത് രണ്ടും സെയിം ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും സെയിം ആക്കി വെച്ചിട്ട് ഞാനൊന്ന് കട്ട് ചെയ്യാണ്. ഇനി ആദ്യം ഞാൻ ക്രോസ് പീസാണ് ചെയ്യുന്നത്. ഞാനൊരു കെട്ടിടാൻ പോവാം. ഇങ്ങനെ ചെറുതായിട്ട് കൊത്ത് ഒന്നായിട്ടില്ല, ഈ ഒരു പീസ് മാത്രം. ബാക്കി ഇതാ കൂടെ ഇങ്ങനെ ഇട്ടാലോ. ഇങ്ങനെ ഒരു കെട്ടിട്ട് നിർത്തുക. ഇനി ഞാൻ ഈ സൂചിയുടെ ഈ ഭാഗം, മുനയുള്ള ഭാഗമല്ല, നൂല് കോർത്ത ഭാഗമല്ല, ഈ ഭാഗമാണ്. ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് താഴോട്ട് കൊണ്ടുവരാം. എന്താ മെല്ലെ ഇങ്ങോട്ട് നീക്കി വരികയാണ്. ഇവിടുന്ന് ഒന്നായിട്ട് പെട്ടെന്ന് പിടിച്ചു വലിക്കരുത്, മെല്ലെ. ഒന്നായിട്ട് പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു പിടുത്തം വരും. ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് വിട്ട് കിട്ടിയാൽ പിന്നെ പെട്ടെന്ന് തന്നെ പോരും. ഇത് കണ്ടോ? നമ്മുടെ കയറിവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് ചെയ്യാം. ഇതും അതുപോലെ ഞാനൊരു കെട്ടിട്ട് നിർത്തുന്നുണ്ട്. ഇത് കുറച്ചൊന്ന് നീളത്തിൽ നിന്നോട്ടെ, ഇല്ലെങ്കിൽ ഇത് അഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ മാറ്റി ചെയ്യേണ്ടി വരും. കയറിൻ്റെ അറ്റത്ത് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതാ ഇതുപോലൊരെണ്ണം വെച്ച് കൊടുക്കാം. ഇതാ ഈ ത്രികോണ ഷേപ്പിൽ രണ്ടാക്കി മടക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക് നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാൻ പോവാം. ഇതൊരു 1.25 ഇഞ്ചോളം ഈ വീതിയിൽ എന്നിട്ട് ഇതാ ഇവിടെ ഒന്നിങ്ങോട്ട് മുകളിലോട്ട് മടക്കി വെച്ചിട്ട് ഇവിടെ ഒരു ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇവിടെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ചൊരു ഇതുണ്ട്, അതും ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്കിത് ഇങ്ങോട്ട് മറിച്ചിടാം. നമ്മുടെ കയർ റെഡി ആയിട്ടുണ്ട്.